പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. നടി രേവതി സമ്പത്തിനെതിരെ പരാതിയുമായി നടൻ സിദ്ദിഖ്. ആരോപണത്തിന് പിന്നിൽ അജണ്ട ഉണ്ട് എന്നുമാണ് സിദ്ദിഖിന്റെ പരാതി. ഇതിരെ മറ്റൊരു ആരോപണം കൂടി സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. ചൈനയിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹപാഠിയുടെ നഗ്നചിത്രം പുറത്തിറക്കി. ചൈനയിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹപാഠിയുടെ നഗ്നചിത്രം പുറത്തിറക്കി. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. സ്വഭാവഗുണമുള്ളൊരു കുട്ടിയാണ്. ഈ രേവതി സമ്പത്ത് ശ്രമിക്കുന്നത് അമ്മ എന്ന സംഘടനയും ഒപ്പം സിദ്ദീഖിനെയും കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. വ്യാജ പ്രചരണത്തിന് വേണ്ടി ചില ആളുകൾ രേവതി സമ്പത്തിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള കാര്യവും DGPക്ക് കൈമാറിയ പരാതിയിൽ പറയുന്നുണ്ട്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. എന്തായാലും ഈ രേവതിയുടെ ആരോപണത്തിൽ WCC ഉൾപ്പെടെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവും സിദ്ദീഖ് ഉന്നയിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്തായാലും DGPക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പരാതി കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിദ്ദീഖ് ഇപ്പോൾ ഉള്ളത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നീ മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത്.